നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചരിത്രമുറങ്ങുന്ന മണ്ണല്ല, ചരിത്രം ചോര കൊണ്ട് രചിക്കപ്പെട്ട മണ്ണാണ് ഡൽഹിയിലെ ജന്തർ മന്ദർ. അവിടെ ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ജീവവായുവിന് വേണ്ടിയുള്ള പോരാട്ടം വീണ്ടും ജ്വലിക്കുകയാണ്. തെരുവിൽ പൊടിയുന്ന വിയർപ്പും നെഞ്ചു തുളയ്ക്കുന്ന മുദ്രാവാക്യങ്ങളും വിളിച്ചു പറയുന്നത് ഒന്നേ ഉള്ളൂ: ഈ രാജ്യം ഏതാനും ചില ഏകാധിപതികളുടെ സ്വത്തല്ല, മറിച്ച് കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ വിയർപ്പിൽ പടുത്തുയർത്തിയ റിപ്പബ്ലിക്കാണ്. ഡൽഹി ജന്തർ മന്ദറിൽ നിലയുറപ്പിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ സമരത്തിന് എന്റെയും ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഹൃദയാംഗമായ ഐക്യദാർഢ്യം ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, മറന്നുപോയതാണോ നമ്മൾ? ഈ രാജ്യത്തിന്റെ അടിത്തറ തന്നെ സമരങ്ങളുടേതാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഇരുമ്പ് മറകളെ നെഞ്ചുറപ്പ് കൊണ്ട് തകർത്തെറിഞ്ഞ ചരിത്രമാണ് ഭാരതത്തിന്റേത്. ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിനായി ഗാന്ധിജിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞപ്പോൾ, ലാഹോർ അതിർത്തിയിൽ ഇൻകിലാബ് സിന്ദാബ് വിളിച്ചുകൊണ്ട് ഭഗത് സിംഗും കൂട്ടുകാരും തൂക്കുമരത്തെ പുണർന്നപ്പോൾ, പുന്നപ്ര വയലാറിലെയും കയ്യൂരിലെയും കർഷക തൊഴിലാളികൾ ജന്മത്വത്തിന്റെ കോട്ടകൾ തകർത്തെറിഞ്ഞപ്പോൾ ഈ മണ്ണിൽ ചോര വീണിട്ടുണ്ട്. ആ ചോരയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി തന്നത്. സമരം ചെയ്യുക എന്നത് ഇന്ത്യക്കാരന്റെ ഭരണഘടനാപരമായ അവകാശമാണ്. അത് ഞങ്ങളുടെ ജനിതകത്തിലുണ്ട്. ആ ചരിത്രത്തെയാണ്, ആ സമരവീര്യത്തെയാണ് ഡൽഹിയിൽ ഇരിക്കുന്ന ഭരണാധികാരികൾ കാൽക്കലിട്ട് ചവിട്ടിയരയ്ക്കാൻ നോക്കുന്നത്. ഇന്ന് ഡൽഹി ഭരിക്കുന്ന BJP സർക്കാരിന്റെ മുഖംമൂടികൾ ഓരോന്നായി അഴിഞ്ഞു വീഴുകയാണ്. ജനാധിപത്യം എന്ന് നാവിൽ മുഴക്കുമ്പോഴും പ്രവൃത്തിയിൽ അവർ നടപ്പിലാക്കുന്നത് ഫാസിസത്തിന്റെ ക്രൂരമായ മുഖമാണ്. ചോദ്യം ചെയ്യുന്നവന്റെ നാവരിയുക, വിയോജിക്കുന്നവനെ UAPA ചുമത്തി തുറുങ്കിലടയ്ക്കുക, കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തിന്റെ ഖജനാവ് ചോർത്തിക്കൊടുക്കുക, പാവപ്പെട്ടവന്റെ അന്നം മുടക്കുക. ഇതാണോ ഇവരുടെ അമൃതകാലം? ഭരണഘടനയുടെ കാവൽക്കാരാകേണ്ടവർ തന്നെ ഭരണഘടനയെ ചുട്ടരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാർലമെന്റിൽ ജനപ്രതിനിധികളെ സസ്പെൻഡ് ചെയ്യുന്നു, സ്വതന്ത്ര സ്ഥാപനങ്ങളെ കാൽക്കീഴിലാക്കുന്നു, രാജ്യത്തിന്റെ മതേതരത്വത്തെ വർഗീയത വിഷം തുപ്പി ശിഥിലമാക്കുന്നു. ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന ആ മനുഷ്യർ ചോദിക്കുന്നത് ഔദാര്യമല്ല, അവരുടെ മൗലിക അവകാശങ്ങളാണ്. ഡൽഹിയിലെ സിംഹാസനത്തിലിരിക്കുന്നവർ ഓർക്കുക, നിങ്ങൾ തോൽപ്പിക്കാൻ നോക്കുന്നത് ഈ രാജ്യത്തിന്റെ ആത്മാവിനെയാണ്. ജനങ്ങളുടെ പ്രതിഷേധാഗ്നിയെ ഭയന്ന് മതിൽക്കെട്ടുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഭരണാധികാരികളെ ചരിത്രം ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് നൽകില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ മാത്രം നടക്കുന്ന ഒരു സമരമല്ല, ഇത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. മൗനം പാലിക്കുന്നത് ഫാസിസത്തിന് കുടപിടിക്കുന്നതിന് തുല്യമാണ്. ഈ നിമിഷം ജന്തർ മന്ദറിന്റെ തണുത്ത വെളുപ്പിൽ, കത്തുന്ന വെയിലിൽ ഉറങ്ങാത്ത കണ്ണുകളുമായി സമരം ചെയ്യുന്ന ആ പോരാളികൾ ഒറ്റയ്ക്കല്ല. കേരളവും ഈ രാജ്യത്തിന്റെ കോടി മൂലകളിലെ ജനങ്ങളും അവർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു. ഈ ഏകാധിപത്യ ഭരണകൂടത്തിന് വിറയൽ കൊള്ളിക്കാൻ നമ്മുടെ ശബ്ദങ്ങൾ ഒന്നിക്കണം. ജനാധിപത്യത്തെ കുഴിച്ചു മൂടാൻ നോക്കുന്നവർക്ക് മുന്നിൽ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, ഈ രാജ്യത്തിന്റെ കാവൽക്കാരായി ഞങ്ങൾ തെരുവിലുണ്ടെന്ന് വിളിച്ചു പറയാം. ചരിത്രത്തിൽ ലജ്ജയോടെ മാത്രമേ ഈ ഭരണകൂടത്തിന്റെ ക്രൂരതകളെ ഓർക്കാൻ കഴിയൂ. ഡൽഹിയിൽ നീതി തേടി തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഭരണാധികാരികളുടെ കാവൽക്കാരായ ഈ പോലീസ് നായ്ക്കൾ അക്രമം അഴിച്ചുവിട്ടത്. പഠനമുറികളിൽ ഇരിക്കേണ്ടവന്റെ ചോര വീഴ്ത്തി പെൺകുട്ടികളുടെ നേരെ കയ്യേറ്റം ചെയ്ത് ലാത്തി ചാർജും കണ്ണീർ വാതകവും കൊണ്ട് ഈ സർക്കാരിന്റെ ഏകാധിപത്യ മുഖംമൂടി ഒരിക്കൽ കൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. നിങ്ങൾ തകർക്കാൻ നോക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ തല മാത്രമല്ല, ഈ രാജ്യത്തിന്റെ നാളത്തെ ചിന്തകളെയാണ്, ഇന്ത്യയുടെ പ്രതിരോധത്തിന്റെ ജീവനാഡിയെയാണ്. ചോര ചിന്തിച്ചാൽ പേടിക്കാൻ ഇവരെന്താ ക്രിമിനലുകളാണോ? അല്ല, അവർ ഈ നാടിന്റെ നട്ടലാണ്. വിദ്യാർത്ഥികളുടെ നെഞ്ചിലേക്ക് ലാത്തി ഉയർത്തിയ കാക്കി യൂണിഫോമിൽ പൊതിഞ്ഞ വീരത്വത്തിന് ഈ രാജ്യം മാപ്പ് നൽകില്ല. അടിച്ചമർത്താൻ നോക്കുന്തോറും ഈ സമരത്തിന്റെ തീജ്വാലകൾ പടരുകയേ ഉള്ളൂ. ഈ യുവത്വത്തിന്റെ ശബ്ദം തോക്കുകളുടെയും ലാത്തികളുടെയും മുമ്പിൽ ഒരിക്കലും നിശബ്ദമാകില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചരിത്രം ചോര കൊണ്ട് ഒപ്പിയെടുത്ത സമരങ്ങളുടെ ചരിത്രമാണ്. ലാഹോറിലെ തണുത്ത രാത്രികളിൽ സാമ്രാജ്യത്വത്തിന്റെ നെഞ്ചിലേക്ക് ഭഗത് സിംഗും കൂട്ടുകാരും എറിഞ്ഞത് ബോംബുകളായിരുന്നില്ല, അതൊരു പുതിയ ഇന്ത്യയുടെ പ്രഖ്യാപനമായിരുന്നു. ഇൻകിലാബ് സിന്ദാബാദ്. പൂർണ്ണ സ്വരാജ് എന്ന ഒറ്റ വാക്കുമായി ഗാന്ധി നയിച്ച ഉപ്പു സത്യാഗ്രഹത്തിന് മുന്നിൽ വിറങ്ങലിച്ചു പോയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഇരിപ്പിടങ്ങൾ ഈ മണ്ണിൽ തകർന്നു വീണിട്ടുണ്ട്. ജന്മിത്വത്തിന്റെ ചോരക്കണ്ണുകളെ വിറപ്പിച്ചുകൊണ്ട് പുന്നപ്പറയുടെയും വയലാറിന്റെയും മണ്ണിൽ കർഷക തൊഴിലാളികൾ തോക്കിനും ലാത്തിക്ക് മുന്നിൽ വാരിക്കുന്തം കൊണ്ട് തൊഴിലാളി വർഗങ്ങൾ ഞങ്ങളെ നലറി വിളിച്ച് കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചപ്പോഴും സ്വതന്ത്രാനന്തര ഇന്ത്യയിലും ഈ മണ്ണ് ചോര കൊണ്ട് സാക്ഷ്യം വഹിച്ചതാണ്. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലഘട്ടത്തെ തടവറകളിൽ കിടന്ന് പൊരുതി തോൽപ്പിച്ച യുവത്വത്തിന്റെ കനലുകൾ നമ്മുടെ സിരകളിൽ ഇപ്പോഴുമുണ്ട്. ഇന്ത്യൻ ജനതയുടെ ജനിതകത്തിൽ അലിഞ്ഞു ചേർന്ന ആ സമരവീര്യത്തെയാണ് ഡൽഹിയിലെ ഈ ഭരണാധികാരികൾ ലാത്തിയും തോക്കും കാട്ടി ഭയപ്പെടുത്താൻ നോക്കുന്നത്. ഓർക്കുക, ഇത് ഭാരതമാണ്. ഇവിടെ പിറന്നു വീണ ഓരോ മണ്ണും പൊരുതി ജീവിക്കാൻ പഠിച്ചവരാണ്. സമരം വിജയിക്കും വരെ പോരാട്ടം. ഈ പോരാട്ടം ഇവിടെ അവസാനിക്കില്ല. ഇൻകിലാബ് സിന്ദാബാദ്. ഭരണഘടന സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാ സമരം ചെയ്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയവരുടെ പിന്തലമുറക്കാർ സമരം ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയവർക്ക് അസ്വസ്ഥതയുണ്ടാകും.
സ്വാഭാവികം. ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ചോര കൊണ്ട് ചരിത്രം രചിക്കാൻ ഇറങ്ങിത്തിരിച്ച എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും പ്രിയപ്പെട്ട യുവാക്കൾക്കും ഹൃദയത്തിൽ ചേർത്ത് വെച്ച് 1000 ഐക്യദാർഢ്യം. എല്ലാവർക്കും നന്മകൾ നേരുന്നു.